നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതുല്യമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്ക് നീങ്ങുകയാണെന്ന് സമരസമിതി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ആരോപിച്ചു. ഇടുക്കി രാജക്കാട് ക്രിസ്തുരാജ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഞെരിപ്പാലം കപ്പേളയുടെ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇന്നലെ രാത്രിയിലാണ് മുൻവശത്തെ വാതിലിന്റെ ചില്ലുകൾ തല്ലിത്തകർത്തത്. വിശദമായ വാർത്തകളിലേക്ക്. അതുല്യമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയതായി അനുവദിച്ച രാജക്കാട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സേനയുടെ ആധുനികവൽക്കരണത്തിനായി 251 കോടി രൂപ ചെലവഴിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഇന്ന് സുസജ്ജമാണ്. പ്രളയത്തിന് ശേഷമാണ് ഈ മാറ്റം കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. ഏതുതരം ജലാശയ അപകടങ്ങളെയും നേരിടാൻ തക്ക വിധത്തിൽ കേരളത്തിന്റെ ഫയർ റെസ്ക്യൂ സേന ഇന്ന് സജ്ജമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ അത്യാധുനിക സജ്ജീകരണങ്ങളാൽ നമ്മുടെ സേന സുസജ്ജമാണ്. റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ, അണ്ടർവാട്ടർ ഡ്രോൺ, ഫയർ ടെൻഡർ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ, അഡ്വാൻസ് റെസ്ക്യൂ ടെൻഡർ, വാട്ടർ ഡോസർ, ഇങ്ങനെയുള്ള എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും സേനയ്ക്കുണ്ട്. 2018 പ്രളയത്തിന് ശേഷം സമഗ്രമായ മാറ്റങ്ങളാണ് അഗ്നിരക്ഷാ വകുപ്പിൽ ഉണ്ടായിരുന്നത്. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് NRCTയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രാജക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മലയോരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് രാജക്കാട് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്നത്. ഉടുമ്പൻചോല MLA M. M. മണിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഫയർ സ്റ്റേഷൻ അനുവദിച്ച് നടപടികൾ പൂർത്തിയാക്കിയത്. രാജക്കാട്, ബൈസൺവാലി, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ഉടുമ്പൻചോല, കൊന്നത്തടി, വെള്ളത്തുവൽ എന്നീ 8 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. പുതിയ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മുന്നോട്ട് പോവുകയാണ്. 10,000-ഓളം സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ ഇന്ന് സേവന സജ്ജരായി മാറുകയാണ്. M. M. മണി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മത, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജക്കാട്. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്ക് നീങ്ങുകയാണെന്ന് സമരസമിതി. 1995 മുതൽ സംഘത്തിന്റെ ഭരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ 2023 വരെ 56 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയതെന്ന ആരോപണം. ആകെ നടന്ന അഴിമതിയിൽ 40 കോടി രൂപയോളം ഭരണസമിതി അംഗങ്ങളും അവരുടെ വ്യാജന്മാരും എടുത്തിട്ടുള്ള ലോണുകളും ചിട്ടികളും മറ്റ് സ്കീം ലോണുകളുമാണ്. ഇതിൽ KPCC മുതൽ മണ്ഡലം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് സമരസമിതി ആരോപിച്ചു. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1995 മുതൽ ഈ സൊസൈറ്റിയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്
കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസും ക്രൈംബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും സാമ്പത്തിക തിരിമറിവുകളും നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെയും കേസെടുക്കുകയും ആ കേസിൻ്റെ ഫലമായി അംഗങ്ങളെ ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭയമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതാക്കളിപ്പോൾ ഈ സ്വതന്ത്രമായി നടക്കുന്നുണ്ട്. അഴിമതിക്കാർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇവർ. 2023 പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിരുന്നു. എന്നാൽ ഇവർ തകർന്നുപോയ ഈ സൊസൈറ്റിയിൽ നിന്നും പ്രസിഡന്റിന്റെ ഭാര്യയുടെയും മകന്റെയും പേരിൽ ലോൺ എടുക്കുകയാണ് ആദ്യം ചെയ്തത്. കൂടാതെ 4 ബോർഡ് അംഗങ്ങളും ലോൺ എടുത്തിട്ടുണ്ട്. 2 വർഷമായി സംഘത്തിൽ യാതൊരുവിധ ബിസിനസ്സുകളും നടക്കുന്നില്ലെങ്കിലും സിറ്റിംഗ് ഫീസ് എടുക്കുന്നതിനും ഹോണറേറ്റിയം എടുക്കുന്നതിനും ഭരണസമിതി യാതൊരുവിധ പിശുക്കും കാണിക്കുന്നില്ല. ഇക്കാലയളവിൽ ജീവനക്കാർ 38 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കും മകൾക്കും പലിശ ഇനത്തിൽ 6 ലക്ഷം രൂപയുടെ ഇളവ് ചെയ്ത് കൊടുത്തതായും ഭരണസമിതി ആരോപിച്ചു. പലർക്കായി 12 ലക്ഷം രൂപയുടെ പലിശ ഇളവ് നൽകി 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഈ ഭരണസമിതി ഉണ്ടാക്കിയത്. തകർന്നുപോയ ഡീലേഴ്സ് സൊസൈറ്റിയെ ഇപ്പോഴത്തെ ഭരണസമിതിയും പണമുണ്ടാക്കാനുള്ള ഉപാധിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. പാവപ്പെട്ട നിക്ഷേപകരുടെ പണം അടിച്ചുമാറ്റുന്ന ഭരണസമിതി രാജിവെച്ച ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി അഡ്മിനിസ്ട്രേറ്ററായി അധികാരം ഏറ്റെടുക്കണം. നെടുങ്കണ്ടത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നിയമവിരുദ്ധമായി ഭരണസമിതിയെ സഹായിക്കുകയാണെന്നും ഇയാൾക്കെതിരെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും സമരസമിതി രക്ഷാധികാരി ജെയിംസ് കത്തിലാങ്കൽ, കൺവീനർ PK സുകുമാരൻ, നിക്ഷേപകർ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ആരോപിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പട്ടികൾ ഓരിയിടുന്ന സ്വഭാവത്തോടെയാണ് പെരുമാറുന്നതെന്നും ജോയ് തോമസ് വിമർശിച്ചു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണമെന്ന ജോയി തോമസ് ചെറുതോണിയിൽ ആവശ്യപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ധീരജ് വധക്കേസിൽ പുനരന്വേഷണം നടത്തുമെന്നും ജോയി തോമസ് പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുതോണിയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോയി തോമസ്. ധീരജിനെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണ്ടേ? ഇവിടുത്തെ കോൺഗ്രസ് KSU പ്രവർത്തകരാണോ ഈ കൊലപാതകം ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം സ്നേഹിതന്മാരെ. ഇതിന് പുനരന്വേഷിക്കണമെന്ന് KSUവിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായാൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, ധീരജിന്റെ വധത്തെ പറ്റി അന്വേഷണം ഉണ്ടാവും, ആർക്കും സംശയം വേണ്ട. വാഴത്തോപ്പ് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ സാഹചര്യം സൃഷ്ടിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസവുമായി രംഗത്തു വന്നാൽ അവരുടെ കൈയും കാലും തല്ലിയൊടിക്കുമെന്നും ജോയി തോമസ് പറഞ്ഞു. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളെയാണ് പഞ്ചായത്ത് ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാമെന്ന കാര്യത്തിൽ PhD എടുത്തിരിക്കുന്ന ആളാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കൊഴി മുഖ്യപ്രഭാഷണം നടത്തി. AP ഉസ്മാൻ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, MD അർജുനൻ, TJ പീറ്റർ, സാന്ദ്രാമോൾ ജിന്നി, അനിൽ ആനിക്കാട്ട്, PD ജോസഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.
ഇടുക്കി രാജക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഞെരിപ്പാലം കപ്പേളയുടെ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇന്നലെ രാത്രിയിലാണ് മുൻവശത്തെ വാതിലിന്റെ ചില്ലുകൾ തല്ലി തകർത്തത്. മോഷണശ്രമമാകാമെന്ന പ്രാഥമിക നിഗമനം. രാജക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയിലാണ് ഞെരിപ്പാലം ടൗണിലുള്ള കപ്പോളയുടെ മുൻവശത്തെ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തത്. രാവിലെ ടൗണിലെത്തിയവരാണ് മുൻവശത്തെ വാതിലിന്റെ ചില്ലുകൾ തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് പള്ളി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. മുൻവശത്തെ വാതിലിന്റെ ഒരു ചില്ല് മാത്രമാണ് തകർത്തിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ രാജക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഞെരിപ്പാലം കുരിശുപള്ളിയാണ് ഇത്. ഈ സ്ഥാപനത്തിന് മുമ്പിലുള്ള ഡോറിലുള്ള ചില്ല് ഇന്നലെ ഏതോ സാമൂഹിക വിരുദ്ധർ രാത്രി കാലത്ത് വന്ന് തകർത്തിട്ടുണ്ട്. അത് എന്താ കാരണം കൊണ്ടാണ് ഇത് തകർത്തതെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും ഇതിൻ്റെ കുറ്റവാളികളെ അടിയന്തരമായി കണ്ടുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പറയാറുള്ളത്. ഇതിനു മുമ്പ് കപ്പോളയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന നേർച്ചക്കുറ്റിയിൽ നിന്നും പണം മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. അതിനാൽ തന്നെ മോഷണ ശ്രമമാണോ ആക്രമണത്തിന് പിന്നിലെന്നും സംശയമുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്. പീരുമേട് മണ്ഡലത്തിൽ 9.5 വർഷത്തിനിടെ 1080 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി കെ സലിംകുമാർ പറഞ്ഞു. കുമളി ഗ്രാമപഞ്ചായത്തിൽ മാത്രം 67 കോടി രൂപയുടെ വികസനമാണ് പൂർത്തീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 500 കൊടുക്കാനുള്ളത് 3000-ഓളം പട്ടയത്തിന്റെ അപേക്ഷ 500 ഒപ്പിട്ടിട്ടുണ്ട്. ബാക്കി വളർന്ന് തിട്ടപ്പെടുത്തി അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് കൊടുത്ത വാക്ക് അതേപടി അച്ചിട്ടതുപോലെ 1-2 എന്നതുപോലെ നടപ്പിലാക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. LDF വികസന ജാഥയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയായ കെ സലിംകുമാറാണ് ജാഥ ക്യാപ്റ്റൻ. പീരുമേട് മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനായി മാർച്ച് 3-ന് അണക്കരിയിൽ നിന്നാണ് ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ആനവിലാസം, വെള്ളാരംകുന്ന്, 1-ാം മൈൽ, കുമളി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം റാമലിയിൽ ഇന്ന് സമാപിക്കും. മാർച്ച് 6-ന് വൈകിട്ട് ഏലപ്പാറയിൽ ജാഥയുടെ ഔദ്യോഗിക സമാപന സമ്മേളനം നടക്കും. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങളും ജില്ലയിലും മണ്ഡലത്തിലും നടപ്പാക്കിയ പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ജാഥയിൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജിച്ചൻ നേർന്നാങ്കുന്നിൽ, ജനതാദൾ താലൂക്ക് സെക്രട്ടറി നസീർ മടവൂർ, മുൻ MLA ES ബിജിമോൾ, നേതാക്കളായ R തിലകൻ, G വിജയാനന്ദ്, VK ബാബുക്കുട്ടി, KM സിദ്ദിഖ്, രാജൻ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കുമളി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി,
അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. മുൻവർഷത്തെ ബാക്കി തുകയായ 20,56,939 രൂപയും തനത് ഫണ്ടും ഉൾപ്പെടെ ആകെ 94,96,17,539 രൂപ വരവും 94,79,27,152 രൂപ ചെലവും 16,90,387 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AP ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. ഇന്ന് ഇത് കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. കാലിത്തീറ്റയുടെ അമിതമായ വിലവർദ്ധനവും പാലിന്റെ വിലക്കുറവും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന കർഷകനെ കാലി വളർത്തൽ നിന്നും അകറ്റി നിർത്തുന്നു. യുവാക്കൾ വ്യാപകമായി വിദേശ ജോലി തേടിപ്പോകുന്നതും മൃഗപരിപാലനം ആദായകരമല്ലാതായതും ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. സാമ്പത്തിക പരിമിതി സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ദാരിദ്ര്യ ലഘൂകരണം, ഭവന നിർമ്മാണം, തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. ടൂറിസം വികസനം, കാർഷിക ക്ഷീരമേഖലകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ പ്രയോജനമാകുന്ന വിധത്തിലാണ് ബഡ്ജറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. കുടിവെള്ള പദ്ധതികൾക്കും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനും പ്രാധാന്യമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി അധ്യക്ഷത വഹിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VA ഉലഹന്നാൻ, മോളി ടോമി, സോന ട്രീസ ജോബി, BDO ഷൗജാമോൾ P. കോയ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വർഗീസ് വെട്ടിയാങ്കൽ, ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. SNDP യോഗം രാജക്കാട് യൂണിയൻ 1390 നമ്പർ NRCT ശാഖയിലെ ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ വാർഷികവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. രാജക്കാട് യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം രാജാക്കാട് യൂണിയൻ 1390 നമ്പർ NRCT ശാഖയിലെ ഡോക്ടർ പൽപ്പു കുടുംബയോഗ വാർഷികം സാബു പാമ്പ്രയിൽ ഭവനത്തിൽ വെച്ച് നടന്നു. രാജാക്കാട് യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KP ജെയിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാഖാ സെക്രട്ടറി PK സുനിൽകുമാർ സംഘടനാ സന്ദേശം നൽകി. കുടുംബയോഗം കൺവീനർ തങ്കമണി രതീശൻ സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ചെയർമാൻ അശ്വതി സന്തോഷ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ കുടുംബ യൂണിറ്റിൽ നിന്നും വാർഡ് മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട CR രാജു ചാമക്കാലായിൽ, ആശാ ജിമോൻ പാമ്പ്രയിൽ എന്നിവരെ യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ പൊന്നാട നൽകി ആദരിച്ചു. ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗം രാജി അജീഷ്, അംബിക ദിവാകരൻ, വനിതാ സംഘ സെക്രട്ടറി സുജാത സതീശൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. കുമളി സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കലാസന്ധ്യയും ആർട്സ് ഫെസ്റ്റും സംഘടിപ്പിക്കും. പരിപാടിയുടെ മുന്നോടിയായി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായി വിദ്യാർത്ഥികൾ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കുമളി പോലീസ് സ്റ്റേഷൻ SHO അഭിലാഷ് റാലി ഉദ്ഘാടനം ചെയ്തു. സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച എൽവോറ എന്ന പേരിൽ കലാസന്ധ്യയും ആർട്സ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ കലാപരവും സൃഷ്ടിപരവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പരിപാടിയുടെ മുന്നോടിയായി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ സന്ദേശവുമായി വിദ്യാർത്ഥികൾ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കുമളി പോലീസ് സ്റ്റേഷൻ SHO അഭിലാഷ് റാലി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾ കൈകോർക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം നടന്ന സർവകലാശാല കലോത്സവത്തിൽ കോളേജിലെ 4 വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ വിജയം കരസ്ഥമാക്കിയതും സ്ഥാപനത്തിന് അഭിമാനമായി മാറിയിട്ടുണ്ട്. അവരുടെ നേട്ടങ്ങൾ എൽവോറ കലാസന്ധ്യയ്ക്ക് കൂടുതൽ തിളക്കമേകുമെന്ന് സംഘാടകർ അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ,
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,990 രൂപ, പവന് 1,19,920 രൂപ, വെള്ളി ഗ്രാമിന് 295 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതുല്യമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റി വീണ്ടും അഴിമതിയിലേക്ക് നീങ്ങുകയാണെന്ന സമരസമിതി. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണെന്ന മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് ആരോപിച്ചു. ഇടുക്കി രാജക്കാട് ക്രിസ്തുരാജ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ഞെരിപ്പാലം കപ്പേളയുടെ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇന്നലെ രാത്രിയിലാണ് മുൻവശത്തെ വാതിലിന്റെ ചില്ലുകൾ തല്ലിത്തകർത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.